2023 പുറത്തിറങ്ങിയ ലാസ്റ്റ് ഓഫ് അസ് എന്ന സീരീസിന്റെ സീസൺ 1 6ാമത്തെ എപ്പിസോഡ് വീഡിയോ ആണിത്. സീരീസിന്റെ എല്ലാ എപ്പിസോഡുകളുമുള്ള പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 6ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് 3 മാസങ്ങൾക്ക് ശേഷമാണ്. ഒരാൾ വേട്ടയാടിയ മുയലുമെടുത്ത് അയാൾ വീട്ടിലേക്ക് പോവുകയും ശേഷം വാതിലിന് മുട്ടി നോക്കുന്നുണ്ടെങ്കിലും അയാളുടെ ഭാര്യ വാതിൽ തുറക്കുന്നില്ല. അതോടെ അയാൾ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറുകയും ശേഷം നീ എന്താടി വാതിൽ തുറക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ വൈഫ് കണ്ണുകൊണ്ട് എന്തോ കാണിക്കുകയും ഇതിനിടെ അവിടെ ഒളിച്ച് ജോയൽ പുറത്തേക്ക് ഇറങ്ങി വരികയും ഗണ്ണ് താഴെ ഇട്ടില്ലെങ്കിൽ ഞാനിപ്പോ ഷൂട്ട് ചെയ്യുമെന്ന് പറയുകയും അതോടെ അയാൾ പേടിച്ച് ഗണ്ണ് താഴെ ഇടുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ നിന്റെയിലും ഒരു ഗണ്ണുണ്ടായിരുന്നല്ലോ, നീ ഇവർ കയറുന്നതിന് മുന്നേ ഷൂട്ട് ചെയ്യേണ്ടെന്നൊക്കെ വയസ്സൻ പറയുമ്പോൾ ഈ തടിയും വെച്ച് അതിന് പെട്ടെന്ന് പറ്റിയില്ല എന്ന് അമ്മൂമ്മ പറയുകയും ഇതിനിടെ ജോയൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോയതും മുകളിൽ നിൽക്കുന്ന എല്ലി ഞാനിനി താഴേക്ക് വന്നോട്ടെ എന്ന് ചോദിക്കുകയും അവൾ താഴേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. അതോടെ ജോയൽ അവരോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ഞങ്ങൾ ഫയർഫ്ലൈസ് എന്ന ടീമിനെ തപ്പി ഇറങ്ങിയതാണ്, പക്ഷേ വരുന്ന വഴിക്ക് വഴിതെറ്റി ഈ കാട്ടിലേക്ക് എത്തിപ്പെട്ടു. അങ്ങനെയാണ് ഈ വീട്ടിലേക്ക് എത്തിയത് എന്ന് ജോയൽ പറയുകയും ശേഷം ഞങ്ങളുടെ ഒരു മാപ്പ് ഉണ്ട്, അതിൽ ഈ സ്ഥലം എവിടെയാണെന്ന് നിങ്ങളുടെ ഭാര്യ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങളും കൂടി ഈ സ്ഥലം ഒന്ന് മാപ്പിൽ കാണിച്ചു തരണം. ഇനി അഥവാ നിങ്ങൾ രണ്ടുപേരും കാണിച്ചു തന്ന സ്ഥലം വേറെ വേറെയാണെങ്കിൽ രണ്ടുപേരും ഞാൻ കൊല്ലുമെന്ന് ജോയൽ പറയുകയും അതോടെ അപ്പൂപ്പൻ എടി നീ കാണിച്ച സ്ഥലം ഇത് തന്നെയല്ലേ എന്ന് പറഞ്ഞ് അപ്പൂപ്പൻ പേടിയോടെ മാപ്പിൽ തൊട്ട് കാണിച്ചു കൊടുക്കുകയും അതോടെ അവർ രണ്ടുപേരും പറഞ്ഞ സ്ഥലം ഒന്നാണെന്ന് ജോയലിന് മനസ്സിലാവുകയും അതോടെ എനിക്കൊരു സഹോദരനുണ്ട്, അവന്റെ പേര് ടോമി, അവനെ തപ്പിയാണ് ഞാൻ ഇതുവരെ വന്നത്. അവൻ ഫയർഫ്ലൈസ് എന്ന ടീമിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ ടോമി എന്ന പേരോ അതോ ഫയർഫ്ലൈസ് എന്ന ടീമോ കേട്ടിട്ടുണ്ടോ എന്ന് അപ്പൂപ്പനോട് ചോദിക്കുമ്പോൾ അപ്പൂപ്പൻ ഇല്ലാന്ന് പറയുകയും ഇതിനിടെ നിന്റെ സഹോദരൻ ഈസ്റ്റിലേക്കാണ് പോയതെങ്കിൽ അവൻ മരിച്ചിട്ടുണ്ടാവുമെന്ന് അപ്പൂപ്പൻ പറയുകയും അതോടെ അതെന്താന്ന് ജോയൽ ചോദിക്കുമ്പോൾ ഇവിടുന്ന് കുറച്ചു ദൂരം പോയാൽ ഒരു പുഴയുണ്ട്, ആ പുഴ കടന്ന് പോയവരാരും പിന്നെ തിരിച്ചു വന്നിട്ടില്ല. പക്ഷെ ഞാൻ അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല, അവിടെ സോംബീസിന്റെ ബോഡിയും മനുഷ്യരുടെ ബോഡിയും ഞാൻ കാണാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണെന്ന് അപ്പൂപ്പൻ പറയുകയും ഞങ്ങൾ ഒരുപാട് കൊല്ലമായി ഇവിടെ താമസിക്കുന്നുണ്ട്, നീ ഈസ്റ്റിലേക്ക് പോവരുതെന്ന് അപ്പൂപ്പനും അമ്മൂമ്മയും പറയുകയും അത് ഡേഞ്ചർ ആണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കാരെയും പേടിയില്ല എന്ന് എല്ലി പറയുകയും ഇതിനിടെ അമ്മൂമ്മ ഇവന് പേടിയുണ്ടെന്ന് പറയുമ്പോൾ ജോയൽ അവിടെ നിന്ന് എണീറ്റ് പോവുകയും ഇതിനിടെ പുറത്തേക്ക് പോയതും ജോയലിന് നെഞ്ചിൽ നിന്ന് വേദനയാവുകയും ഇതിനിടെ എല്ലി അറ്റാക്ക് ആണോ എന്നൊക്കെ പറഞ്ഞ് പേടിക്കുമ്പോൾ തണുപ്പ് തട്ടിയിട്ട് നെഞ്ചുവേദന ആയതാണെന്ന് പറയുകയും മുന്നോട്ട് നടന്നു പോവുകയും ചെയ്യുന്നു. ജോയലിന് ഇപ്പോൾ വയസ്സ് കൂടിക്കൂടി വരികയാണ്. ശേഷം അവർ നടന്ന് അപ്പൂപ്പൻ പറഞ്ഞ പുഴയുടെ അടുത്തെത്തുകയും ഇതിനിടെ എല്ലി പ്രേതപ്പുഴ എത്തി എന്നൊക്കെ പറഞ്ഞ് തമാശ പറയുകയും അതോടെ ജോയൽ മിണ്ടാതിരിക്കാൻ പറഞ്ഞ് നമുക്കിന്ന് ഇവിടെ എവിടെയെങ്കിലും ക്യാമ്പ് അടിക്കാമെന്ന് പറയുകയും രാവിലെ പുഴ കടക്കാമെന്നും പറയുന്നു. അതോടെ അവർ രാത്രി തീയൊക്കെ ഇട്ട് ഇരിക്കുമ്പോൾ ജോയൽ കള്ളു കുടിക്കുകയും ഇതിനിടെ എനിക്കും തരുമോ എന്ന് ചോദിച്ച് എല്ലി മേടിക്കുകയും കുടിച്ചു നോക്കുമ്പോൾ കൊള്ളില്ല എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതോടെ എല്ലി ജോയലിനോട് ഒരു ദിവസം നമ്മൾ ഫയർഫ്ലൈസിന്റെ അടുത്തെത്തി എന്റെ ബ്ലഡ് കൊടുത്ത് ഈ ഫംഗസ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ പ്ലാൻ എന്നൊക്കെ എല്ലി ചോദിക്കുമ്പോൾ നിന്നെ അവിടെ എത്തിച്ച പിന്നെ നീ നിന്റെ വഴിക്കും ഞാൻ എന്റെ വഴിക്കും പോകുമെന്ന് ജോയൽ പറയുകയും അതോടെ നിങ്ങൾ അതിനുശേഷം എന്താണ് ചെയ്യുക എന്ന് എല്ലി ചോദിക്കുമ്പോൾ ഞാനൊരു ചെറിയ ഫാമൊക്കെ തുടങ്ങി കുറച്ച് ആടുകളെയൊക്കെ നോക്കി സമാധാനമായി അങ്ങ് ജീവിക്കുമെന്ന് ജോയൽ പറയുകയും ഇതിനിടെ എല്ലി എനിക്ക് ഇങ്ങനത്തെ ലൈഫാണ് ഇഷ്ടമെന്ന് പറയുകയും ഇതിനിടെ ജോയൽ സംസാരിച്ചതൊക്കെ മതി എന്ന് പറയുകയും ഞാൻ നിനക്ക് കാവലെ നിൽക്കാം, നീ ഉറങ്ങിക്കോ എന്ന് പറയുകയും അതോടെ അവൾ കിടന്നുറങ്ങുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ്. ജോയലിന് ഇപ്പോൾ പണ്ടത്തെ പോലെ കാവൽ നിൽക്കാനൊന്നും പറ്റുന്നില്ല, വയസ്സ് കൂടുന്നത് കൊണ്ട് ജോയലിന്റെ ഓടി ഉറങ്ങിപ്പോകുന്നുണ്ട്. ശേഷം ജോയൽ എണീറ്റ് നോക്കുമ്പോൾ അവന് വേണ്ടി ഗണ്ണൊക്കെ പിടിച്ച് എല്ലി കാവൽ നിൽക്കുന്നത് കാണുകയും അതോടെ ജോയൽ അവളെ വഴക്ക് പറയുകയും എന്നെ വിളിച്ചുണർത്താമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനിപ്പോ ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് എല്ലി പറയുകയും ഇതിനിടെ ഇനി ഇത് ആവർത്തിക്കരുതെന്ന് ജോയൽ പറയുകയും അവരവിടെ നിന്ന് പോകാൻ തുടങ്ങുകയും ചെയ്യും. ശേഷം ഇന്നലെ അപ്പൂപ്പൻ പറഞ്ഞ പുഴ അവർ കടക്കുകയും അതോടെ അപ്പൂപ്പൻ പറഞ്ഞത് കള്ളമാണെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. ശേഷം അവർ മുന്നോട്ട് നടക്കുമ്പോൾ ഒരു ഡാം കാണുകയും ഇതിനിടെ ജോയൽ നോക്കുമ്പോൾ ആ ഒരു ഡാമിൽ നിന്നും ആരോ കറന്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുകയും ഇതിനിടെ എല്ലി കുറച്ച് ചോദ്യങ്ങൾ ജോയലിനോട് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ജോയൽ മുന്നോട്ട് നടക്കുകയും അങ്ങനെ അവർ പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ വീണ്ടും ഒരു പുഴ കാണുകയും ഇതിനിടെ അപ്പൂപ്പൻ പറഞ്ഞ പുഴ ഇതായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് അവർ കൺഫ്യൂഷൻ ആവുകയും മാപ്പൊക്കെ എടുത്തു നോക്കുകയും ചെയ്യുമ്പോൾ കുറച്ചുപേർ അങ്ങോട്ടേക്ക് വരികയും അവരെ ഗൺ പോയിന്റിൽ നിർത്തുകയും ചെയ്യുന്നു. ശേഷം വന്നവർ നിങ്ങൾ ആരാണ്, എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുകയും ഇതിനിടെ ജോയൽ ഞാൻ എന്റെ സഹോദരനെ തപ്പി വന്നതാണെന്ന് പറയുകയും അതോടെ മാസ്കിട്ടവർ ജോയലും എല്ലിയും ഇൻഫെക്റ്റഡ് ആണോ എന്നറിയാൻ അവരുടെ അടുത്തുള്ള പട്ടിയെ അഴിച്ചുവിടുകയും അതോടെ അത് വന്ന് ജോയലിനെ ചെക്ക് ചെയ്യുകയും മണത്തൊക്കെ നോക്കി ജോയൽ ഇൻഫെക്റ്റഡ് അല്ല എന്ന് മനസ്സിലാവുകയും ശേഷം എല്ലിയുടെ അടുത്തേക്ക് പട്ടി വരുമ്പോൾ അവൾക്ക് പേടിയാവുന്നുണ്ട്. കാരണം ഇതിനിടെ പട്ടാളക്കാരൻ ചെക്ക് ചെയ്തപ്പോൾ അവൾ ഇൻഫെക്റ്റഡ് ആയിരുന്നു. ഇതിനിടെ ജോയലിനും വല്ലാതെ പേടിയാവുകയും ഇതിനിടെ പട്ടി അവളെ മണത്ത് നോക്കി അവൾ ഇൻഫെക്റ്റഡ് അല്ല എന്ന് കണ്ടുപിടിക്കുകയും ശേഷം പട്ടി എല്ലിയോട് മെരുങ്ങുകയും ചെയ്യുന്നു. ശേഷം ഗാങ്ങിലുള്ളവർ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്റെ ബ്രദർ ടോമി ആർക്കെങ്കിലും അറിയോ എന്ന് ജോയൽ ചോദിക്കുകയും ഇതിനിടെ ഗാങ്ങിലുള്ള ഒരാൾ അവരുടെ കൂടെ വരാൻ പറയുകയും അതോടെ ജോയലും എല്ലിയും അവരോടൊപ്പം പോകുന്നു. ഈ ഒരു ഗ്രാമത്തിലാണ് ഇവർ ജീവിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ട ഡാമിലുള്ള കറണ്ടൊക്കെ ഇവിടേക്കാണ് എത്തുന്നത്. ഇതിനിടെ ജോയൽ ഗ്രാമമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ സഹോദരനെ കാണുകയും
അതോടെ അവർ സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് ടോമി കൊടുത്ത ഭക്ഷണം കഴിക്കുന്ന ജോയലിനെയും എല്ലിയുമാണ്. ഇതിനിടെ ജോയലാണെങ്കിൽ കാലങ്ങളായി നല്ല ഒരു ഫുഡ് കഴിച്ചിട്ട് എന്ന് പറഞ്ഞ് ആക്രാന്തത്തോടെ അത് കഴിക്കുകയും, എന്നാൽ ഇതിനിടെ എല്ലിയെ ഒരു പെൺകുട്ടി ദൂരെ നിന്ന് നോക്കുകയും ഇതിനിടെ എല്ലി എന്താടി നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കുകയും അതോടെ അവൾ മാറിപ്പോവുകയും ചെയ്യുന്നു. ഇതോടെ ഈ ഗ്രാമത്തിന്റെ നേതാവായ മരിയ ഇവിടെയുള്ള പെൺകുട്ടികളൊക്കെ പാവമാണെന്ന് പറയുകയും നിന്നെ പോലെയൊന്നും അല്ല എന്ന് മരിയ പറയുമ്പോൾ ഇവളുടെ പെരുമാറ്റം വളരെ മോശമാണെന്ന് ജോയൽ പറയുകയും അതിന് ജോയൽ സോറി പറഞ്ഞ് എന്റെ അനിയനോട് എനിക്കൊരു പേഴ്സണൽ കാര്യം പറയാനുണ്ടെന്ന് പറയുകയും ഒന്ന് നിങ്ങൾ അങ്ങോട്ട് മാറുമോ എന്ന് ജോയൽ ചോദിക്കുമ്പോൾ ജോയൽ അവളെന്റെ ഭാര്യയാണെന്ന് ടോമി പറയുകയും അവളും നമ്മളുടെ ഫാമിലി ആണെന്ന് പറഞ്ഞതോടെ ജോയൽ എന്ന് ഷോക്ക് ആവുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ടോമി ജോയലിനെ അവരുടെ ജാക്സൺ എന്ന ഗ്രാമം മുഴുവനായി കാണിച്ചു കൊടുക്കുകയും ശേഷം ടോമി എല്ലിക്കും ജോയലിനും ഒരു വീട് സെറ്റാക്കിയിട്ടുണ്ടെന്ന് പറയുകയും നിങ്ങളൊന്ന് ഫ്രഷ് ആയി വാ എന്നും ടോമി പറയുമ്പോൾ എല്ലിക്ക് സന്തോഷമാവുകയും ഇതിനിടെ ജോയൽ വല്ലാതെ നിൽക്കുന്നത് കണ്ട് ജോയലിന് ടോമിയോട് എന്തോ കാര്യം പറയാനുണ്ടെന്ന് മരിയക്ക് മനസ്സിലാവുകയും അതോടെ അവൾ ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവളെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. അതോടെ ടോമി ജോയലിനെ ബാറിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ശേഷം അവർ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതിനിടെ ജോയലാണെങ്കിൽ നീ ഒന്നുകൂടെ ചെറുപ്പക്കാരനായി എന്നൊക്കെ പറയുകയും അതോടെ ടോമി നീ വയസ്സനായി എന്നൊക്കെ പറയുകയും ടെസ്സിന് സുഖമാണോ എന്നൊക്കെ ജോയലിനോട് ചോദിക്കുമ്പോൾ ടെസ്സിന് സുഖമാണ് എന്ന് ജോയൽ കള്ളം പറയുകയും ഇതിനിടെ നിന്റെ കൂടെ വന്ന ആ ചെറിയ പെണ്ണേതാ എന്ന് ടോമി ചോദിക്കുകയും അതോടെ ജോയൽ അവൾ ഫയർഫ്ലൈസിലെ ഒരാളുടെ മകളാണ്, അവളെ അവിടെ എത്തിച്ച നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവര് തരുമെന്ന് ജോയൽ പറയുകയും എനിക്ക് വയസ്സായതുകൊണ്ട് ഇപ്പൊ അവളെ അവിടെ എത്തിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നീ എത്തിക്കുമോ എന്ന് ജോയൽ ടോമിയോട് ചോദിക്കുകയും ഇതിനിടെ ടോമി ഞാൻ പഴയ പോലെയല്ല, എനിക്കിപ്പോ ഒരു ഫാമിലി ഉണ്ട്, മരിയ ഇപ്പോ പ്രഗ്നന്റുമാണ്, പിന്നെ ഫയർഫ്ലൈസ് ഉള്ള സ്ഥലമൊക്കെ എനിക്കറിയാം, പക്ഷെ അങ്ങോട്ട് പോകുന്നത് വളരെ ഡേഞ്ചർ ആണെന്ന് ടോമി പറയുകയും അതോടെ ജോയൽ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ വീണ്ടും ജോയലിന് നെഞ്ചുവേദന എടുക്കുകയും ഇതിനിടെ ജോയൽ സാറയെ പോലെയുള്ള ഒരു പെണ്ണിനെ അവിടെ കാണുകയും അതോടെ അവന്റെ മകളെ അവന് ഓർമ്മ വരികയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് എല്ലിയാണ്. അവൾ ടോമി കൊടുത്ത വീട്ടിൽ നിന്നും കുളിച്ചിറങ്ങുകയും ഇതിനിടെ അവൾക്കിടാനുള്ള ഡ്രസ്സിന്റെ ഇടയിൽ നിന്നും മരിയ എഴുതിയ ഒരു കത്ത് കിട്ടുകയും അതിൽ എഴുതിയിരിക്കുന്നത് ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള വീടാണ് എന്റേത്, കുളി കഴിഞ്ഞെങ്കിൽ അങ്ങോട്ട് വരാനാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതോടെ എല്ലി ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങോട്ടേക്ക് പോവുകയും ഇതിനിടെ അവൾ അവിടെ വിളിച്ചു നോക്കുമെങ്കിലും ആരുമില്ല. അതോടെ അവൾ ഡോറ് തുറന്ന് വീട്ടിലേക്ക് കയറുകയും ഇതിനിടെ അവൾ അവിടെയൊക്കെ നോക്കുമ്പോൾ മരിച്ച രണ്ടുപേരുടെ കെവിൻ സാറ എന്ന പേര് കാണുകയും അതോടെ അവൾ അവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മരിയ അങ്ങോട്ടേക്ക് വരികയും ഡ്രസ്സൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ച് അവളുടെ മുടി സെറ്റാക്കി കൊടുക്കാൻ തുടങ്ങുകയും ഇതിനിടെ അവിടെ മരിച്ച രണ്ടുപേരുടെ ഫോട്ടോ കണ്ടല്ലോ, അത് നിങ്ങളുടെ മക്കളാണോ എന്നൊക്കെ എല്ലി ചോദിക്കുമ്പോൾ കെവിനിന്റെ മകനായിരുന്നു എന്ന് മരിയ പറയുകയും സാറ നിന്റെ കൂടെയുള്ള ജോയലിന്റെ മകളാണ് എന്ന് പറഞ്ഞ് സാറ മരിച്ചതൊക്കെ പറഞ്ഞു കൊടുക്കുകയും ഇതിനിടെ എല്ലി വല്ലാണ്ടിരിക്കുന്നത് കണ്ട് ഇവൾക്ക് ഈ കാര്യം അറിയില്ല എന്ന് മരിയക്ക് മനസ്സിലാവുകയും ഇതിനിടെ മരിയ നിന്റെ കൂടെയുള്ള ജോയൽ അത്ര നല്ല ആളൊന്നുമല്ല, അവൻ ഒരുപാട് ആൾക്കാരെ വെറുതെ വന്നിട്ടുണ്ട്, അവൻ ആള് തീരെ ശരിയല്ല എന്നൊക്കെ മരിയ പറയുമ്പോൾ എല്ലി ജോയലിന് സപ്പോർട്ടായി പറയുകയും അവൻ കാരണമില്ലാതെ ആരെയും കൊല്ലാറില്ല എന്ന് എല്ലി പറയുകയും ഇതിനിടെ ഞാൻ പറയുന്നത് നീ മനസ്സിൽ കരുതി വെച്ചോ, നമ്മൾ ആരെയാണോ കൂടുതൽ വിശ്വസിക്കുന്നത് അവര് തന്നെ നമ്മളെ ചതിക്കും എന്ന് മരിയ പറയുകയും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ഗ്രാമത്തിലെ എല്ലാവരും കൂടി തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതാണ്. എന്നാൽ ഇതേ സമയം ജോയലാണെങ്കിൽ അവന്റെ പൊട്ടിയ ഷൂ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടോമി അങ്ങോട്ടേക്ക് വരികയും അവന്റെ ഷൂ ഡാമേജ് ആയത് കണ്ട് പുതിയൊരു ഷൂ ടോമി അവന് കൊടുക്കുകയും ശേഷം എടാ ഞാൻ രാവിലെ പറഞ്ഞത് നീ മറക്കണം, ഞാൻ അപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്, ഞാൻ അവളെ ഫയർഫ്ലൈസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിക്കളാമെന്ന് ടോമി പറയുമ്പോൾ ജോയൽ സത്യം പറയാൻ തുടങ്ങുന്നു. എടാ എന്റെ ഭാര്യ ടെസ് മരിച്ചു, പിന്നെ എന്റെ കൂടെ വന്ന പെണ്ണില്ലേ അവൾക്ക് ഈ ഫംഗസിനെ എതിർക്കാനുള്ള പ്രതിരോധ ശേഷിയുണ്ട്, അവളെ 2 പ്രാവശ്യം എങ്ങാനും ടോമി കടിച്ചിട്ടുണ്ട്, എന്നിട്ടും അവൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് ജോയൽ പറയുമ്പോൾ ടോമി പേടിക്കുകയും ഫംഗസ് ഉള്ള ഒരുത്തിയാണോ നീ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് ടോമി പറയുമ്പോൾ എടാ നീ വിചാരിക്കും പോലെ ഒന്നല്ല കാര്യങ്ങൾ, അവളെ സോംബി കടിച്ചിട്ട് 1 മാസത്തിന് മുകളിലായി, അവളെ നമുക്ക് ഫയർഫ്ലൈസിന്റെ അടുത്ത് എത്തിക്കാൻ കഴിഞ്ഞാൽ അവരിവളെ വെച്ച് വാക്സിൻ ഉണ്ടാക്കുകയും ലോകത്തെ തന്നെ രക്ഷിക്കാനും കഴിയും എന്ന് ജോയൽ ടോമിയെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ജോയൽ എല്ലിയുടെ റൂമിലേക്ക് എത്തിയിരിക്കുന്നതാണ്. എന്നാൽ ഇതിനിടെ എല്ലി ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോയലിന്റെ മുഖത്ത് പോലും നോക്കാതെ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ എല്ലി സങ്കടത്തിൽ പറയുമ്പോൾ അവനും ടോമിയും പറഞ്ഞത് എല്ലി ഒളിച്ചു നിന്ന് കേട്ടിട്ടുണ്ടെന്ന് ജോയലിന് മനസ്സിലാവുകയും ഇതിനിടെ ജോയൽ നിന്റെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ ടോമിയെ ഏൽപ്പിച്ചതെന്ന് ജോയൽ പറയുകയും എനിക്കിപ്പോ പഴയ പോലെ ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് ജോയൽ പറയുമ്പോൾ എനിക്ക് നിങ്ങളുടെ മകളെ പറ്റി അറിയാം, അവൾക്ക് സംഭവിച്ചതുപോലെയൊന്നും എനിക്ക് സംഭവിക്കില്ല എന്ന് എല്ലി പറയുമ്പോൾ ഇനി ഒരു അക്ഷരം അവളെ പറ്റി മിണ്ടരുതെന്ന് ജോയൽ പറയുമ്പോൾ എല്ലി അതൊന്നും കേൾക്കാതെ എല്ലി വീണ്ടും പറയുകയും എന്റെ കൂടെ നിങ്ങൾ തന്നെ വന്നാൽ മതി എന്ന് പറയുകയും ശേഷം സങ്കടപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ്. ടോമി പോവാൻ റെഡിയായി എല്ലിയെ പോയി കൂട്ടുകയും ശേഷം മനസ്സില്ലാ മനസ്സോടെ അവർ കുതിരയുടെ അടുത്തേക്ക് നടക്കുമ്പോൾ ജോയൽ അവിടെ റെഡിയായി നിൽക്കുന്നത് കാണുകയും ഇതിനിടെ ജോയൽ നിനക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്, നീ ടോമിയോടൊപ്പം പോവുകയാണെങ്കിൽ നീ സേഫ് ആയിരിക്കും, എന്റോടൊപ്പം ആണെങ്കിൽ ചിലപ്പോൾ പോകുന്ന വഴി ചത്തുപോയെന്നൊക്കെ ഇരിക്കും എന്ന് ജോയൽ പറയുമ്പോൾ എല്ലി എനിക്ക് നിങ്ങൾ മതിയെന്ന് പറയുകയും അതോടെ അവർ അവിടെ നിന്ന് പോവാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ ആണെങ്കിൽ ജോയൽ അവൾക്ക് സ്നൈപ്പർ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ അവർ സന്തോഷത്തോടെ ഒരാഴ്ചത്തോളം യാത്ര ചെയ്ത് പോവുകയും ശേഷം ഫയർഫ്ലൈസിന്റെ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്യുന്നു. അതോടെ സ്ഥലമൊക്കെ കണ്ട് ഇവിടെ ഒരു കുഴപ്പവുമില്ലല്ലോ എന്നൊക്കെ എല്ലി പറയുകയും നിങ്ങൾ മുന്നേ പറഞ്ഞത് ഇവിടെ ഡേഞ്ചർ ആണെന്നല്ലേ എന്ന് എല്ലി പറയുകയും ഇതിനിടെ ജോയൽ നമുക്ക് ഉള്ളിൽ കയറി നോക്കാമെന്ന് പറഞ്ഞ് കുതിരയെ അവിടെ നിർത്തുകയും ഫയർഫ്ലൈസിന്റെ ആൾക്കാരെ നോക്കാൻ വേണ്ടി ഉള്ളിലേക്ക് കയറുകയും ശേഷം അവിടെയൊക്കെ
ചുറ്റുമൊക്കെ പരിശോധിക്കുന്നുണ്ടെങ്കിലും ആരെയും കാണുന്നില്ല. എന്നാൽ ഇതിനിടെ മുകളിൽ നിന്നും എന്തോ സൗണ്ട് കേൾക്കുകയും അതോടെ അവർ പതിയെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ കുറച്ച് കൊരങ്ങന്മാർ നിൽക്കുന്നത് കാണുകയും ഇതിനിടെ മാപ്പിൽ ഒരു സ്ഥലം പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുകയും അതോടെ ഫയർഫ്ലൈസ് അങ്ങോട്ടേക്ക് പോയിരിക്കാമെന്നും ജോയൽ കരുതുന്നു. എന്നാൽ ഇതേ സമയം പുറത്തുനിന്ന് ആരോ നടന്നു പോകുന്ന ശബ്ദം കേൾക്കുകയും ഇതിനിടെ നോക്കുമ്പോൾ അത് കള്ളന്മാരാണെന്ന് ജോയലിന് മനസ്സിലാവുകയും അതോടെ ജോയൽ പെട്ടെന്ന് താഴെ കൊടുക്കുകയും ശേഷം ഒളിച്ച് കുതിരയുടെ അടുത്തേക്ക് പോവുകയും ശേഷം കുതിരയുടെ മേലെ ഗണ്ണ് വെച്ച് പോവാൻ നോക്കുമ്പോൾ പുറകിൽ നിന്നും ഒരുത്തൻ ജോയലിനെ അടിക്കാൻ വരികയും ഇതിനിടെ ഒഴിഞ്ഞു മാറി അവനെ മരത്തിലേക്ക് ഇടുകയും ശേഷം കഴുത്തിന് ഞെക്കി അങ്ങ് കൊല്ലുന്നു. എന്നാൽ ഇതിനിടെ എല്ലി നോക്കുമ്പോൾ ജോയലിന് വയറിന് കുത്തേറ്റത് കാണുകയും ഇതിനിടെ ജോയൽ അത് വലിച്ചൂരുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം കൂടെയുള്ളവന്റെ ആൾക്കാർ അങ്ങോട്ടേക്ക് വരികയും ഇതിനിടെ അവർ കുതിരയിൽ കയറി രക്ഷപ്പെടുകയും ചെയ്യുന്നു. ശേഷം ഒരുപാട് ദൂരം പോയതും ഇനി നമ്മളെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നൊക്കെ എല്ലി പറയുമ്പോൾ ജോയൽ ബോധം പോയി കുതിരയിൽ നിന്നും താഴേക്ക് വീഴുകയും ഇതിനിടെ എല്ലി ജോയലിനെ കരഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ടെങ്കിലും ജോയൽ അതൊന്നും അറിയുന്നില്ല. അതോടെ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ എപ്പിസോഡ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ 7ാമത്തെ എപ്പിസോഡുമായി ഉടൻ കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം RN.